9.5 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ, LDF സർക്കാർ, ഒരു രാഷ്ട്രീയ ആയുധവും ലഭിക്കാതെ നട്ടം തിരിയുന്ന UDF. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുന്നു. ഒരു അഴിമതി ആരോപണം, സർക്കാരിനെതിരെ കൃത്യമായ ഒരു ആക്ഷേപം പോലും ഉന്നയിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് പ്രതിപക്ഷം UDF. അപ്പോഴാണ് അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ UDFന് കിട്ടിയത് PM ശ്രീ വിവാദം. PM ശ്രീ വിവാദം LDFനകത്ത് വിള്ളലുണ്ടാക്കും. ഇതാ CPI മുന്നണി വിടാൻ പോകുന്നു, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് UDF നേതാക്കൾ. നാണക്കേട് എന്നേ പറയാനുള്ളൂ. കാരണം ഇപ്പോഴുള്ള മുന്നണി സംവിധാനം വെച്ച് വിജയിച്ചു വരാൻ കഴിയില്ല എന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ CPI വരൂ, ഇവിടെ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുക, മുന്നണി വിട്ട് പുറത്തു വരാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക, പറയുന്നത് UDFന്റെ കൺവീനർ തന്നെയാണ് എന്നോർക്കണം. എന്ന് വെച്ചാൽ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് UDFന് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. അതും പൊളിഞ്ഞ് തകർന്ന് വീണിരിക്കുന്നു. LDFൽ ഭിന്നതയുണ്ടായിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി. രാവിലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. യോഗത്തിലെടുത്ത തീരുമാനം CPIയുമായി സമവായത്തിൽ മുന്നോട്ട് പോകണം. CPI കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവരുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിന് ചുമതല ഏറ്റെടുത്തത് പിണറായി വിജയൻ തന്നെയാണ്. CPI നേതാക്കളുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഉച്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ച വെച്ചു പിണറായി വിജയൻ. ആ കൂടിക്കാഴ്ചയിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് ഇപ്പോഴും CPIM നേതൃത്വത്തിന്. അതോടൊപ്പം ഒരു സമവായ ഫോർമുലയും രൂപം കൊണ്ടിട്ടുണ്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. അതിൽ ഒന്ന് LDF യോഗം ചേരുക, PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുക, ചർച്ചയിൽ ഒരു തീരുമാനത്തിലെത്തണം, ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാമെന്ന് പഠിക്കാൻ ഒരു സമിതിയെ വെക്കുക, ആ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. അതാണ് ഒരു ഫോർമുല CPI നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് CPIM നേതൃത്വം. മറ്റൊന്ന് മന്ത്രിതല സമിതി രൂപീകരിക്കുക എന്നതാണ്. CPMൽ നിന്ന് 2 മന്ത്രിമാർ, അതല്ലെങ്കിൽ എല്ലാ ഘടകകക്ഷികളുടെയും മന്ത്രിമാർ, ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കാൻ ഒരു സമിതിയെ രൂപീകരിക്കുക, മന്ത്രിതല സമിതിയെ രൂപീകരിക്കുക. ഈ 2 നിർദ്ദേശമാണ് CPIM മുന്നോട്ട് വച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിന് ഇടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ബിനോയ് വിശ്വത്തെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ CPIയുടെ നിർവാഹക സമിതി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതുകൂടി ഓർക്കണം. ആ സംസാരത്തിലാണ് 3:30 കാണാം എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. CPI ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. CPIയുമായി ചർച്ച നടത്താതെ, മുന്നണിയിലെ ഘടകകക്ഷികളുമായി ചർച്ച നടത്താതെ ഇത്രയും ഒരു സുപ്രധാനമായ തീരുമാനം ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തത്, മന്ത്രിതല തലത്തിൽ എടുത്തത് തെറ്റാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും CPI. അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ വി ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കാനാണ് സാധ്യത CPI. അത്തരം ചർച്ചകൾ യോഗത്തിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ വളരെ കുറവാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഏതെങ്കിലും മന്ത്രിമാർക്ക് കൈമാറിയോ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്തോ ഒരു സമവായത്തിൽ എത്താൻ കഴിയുമോ എന്ന സാധ്യതയും CPM ആലോചിക്കും. CPI അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിനെക്കുറിച്ച് വീണ്ടും CPM ചർച്ച ചെയ്യേണ്ടി വരും. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ച് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അതിലൊരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ. മുഖ്യമന്ത്രിക്ക് അത്തരമൊരു അഭിപ്രായം പെട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം സംഘടനാ തലത്തിൽ ചർച്ച ചെയ്താൽ മാത്രമേ മന്ത്രിയെ മാറ്റുന്ന കാര്യവും അതോടൊപ്പം തന്നെ വകുപ്പ് മാറ്റുന്ന കാര്യവും ഒരു പുനഃസംഘടനയും ഒക്കെ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ വൈകിയ വേളയിൽ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു പുനഃസംഘടന ആവശ്യമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ആ ചോദ്യത്തിന് ഉത്തരം CPI നേതാക്കൾ പറയേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഫോർമുല CPM മുന്നോട്ട് വെച്ചത് തന്നെയായിരിക്കും. LDF ആദ്യം PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പഠിക്കുക, അതല്ലെങ്കിൽ ഒരു മന്ത്രിതല സമിതി രൂപീകരിക്കുക, പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ച് അതിന് മേൽനോട്ടം വഹിക്കാൻ. അതായിരിക്കും സ്വീകാര്യമായ ഒരു ഫോർമുല. ആ 2 ഫോർമുലയിൽ ഏതെങ്കിലും ഒന്നിലേക്ക് എത്തും CPI എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ CPM നേതാക്കൾക്ക് ഉള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു, 3ാം ഭരണത്തിലേക്ക് പോവുകയാണ് LDF. അതിനിടയിൽ CPI തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി 3ാം ഭരണ സാധ്യത ഇല്ലാതാക്കുന്നത് ശരിയാണോ എന്ന ചർച്ച CPIക്കകത്ത് തന്നെ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്.